ഇറച്ചിക്കോഴിയുടെ വില കൂടിയെന്ന് വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. കടയിൽ പോകാം, ചിക്കൻ വാങ്ങാം, എന്താണ് വിലയെന്ന് അറിയാം. കോട്ടയത്ത് എങ്ങനെയാണെന്ന് കാര്യങ്ങളെന്ന് അറിയാനും ചിക്കൻ വാങ്ങി കറി വെക്കാനും PR പ്രവീണ കടയിലെത്തിയിട്ടുണ്ട്. ബാക്കി കണ്ടറിയാം. നാട്ടിലെല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്, പക്ഷെ കോട്ടയത്ത് മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടേന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ്. അപ്പോൾ ചൂട് കാരണം വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കണം എന്നൊക്കെ തോന്നൂലേ? അങ്ങനെ ചിക്കൻ കഴിക്കണമെങ്കിൽ കോട്ടയത്ത് കൊടുക്കേണ്ട വില എത്രയാണെന്ന് അറിയണ്ടേ? കോട്ടയത്താർക്കായിട്ടും പിന്നെ കോട്ടയത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഉള്ളത് KPF-ലാണ്. KPF എന്ന് വെച്ചാൽ കോഴിക്കോട്ട് പൗൾട്രി ഫാം എന്നാണ്. ഇതെങ്ങനെയാണ് കോഴിയുടെ വില? എങ്ങനെയാണ് കോഴിയുടെ വില? നമ്മൾ ഒരു പൗൾട്രി അസോസിയേഷൻ്റെ ഫാമിൻ്റെ അവരുടെ ആയിട്ട് കൂടിയാലോചിച്ച് അവരൊരു വില ഇടുന്ന ആ വില ബേസ് ചെയ്താണ് നമ്മൾ കോഴി വില മാർക്കറ്റിൽ പോകുന്നത്. കോഴിയെ ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ തൂക്കിയിട്ടാണോ വില നിശ്ചയിക്കുന്നത്, അതോ കോഴി? കോട്ടയത്ത് നമ്മൾ ലൈവായിട്ടുള്ള ഒരു ജീവനോടെ തൂക്കിയിട്ടുള്ള റേറ്റാണ് നമ്മൾ വിലയിടുന്നത്. അതാണ് 170 രൂപ റീറ്റെയിൽ പ്രൈസ് നമ്മൾ മാർക്കറ്റ്. ഡ്രസ് ചെയ്യാതെ അതാണ് കിലോ 170 രൂപ മാർക്കറ്റ് വരുന്നത്. ഡ്രസ് ചെയ്ത കോഴിയാണ് വേണ്ടതെന്ന് നമ്മൾ മീറ്റർ റേറ്റിലായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് പോകുന്ന ലൈവ് ചിക്കനാണ് കോട്ടയത്ത് ഏറ്റവും മെയിനായിട്ട് പോകുന്നത്. 170 രൂപ എന്തായാലും കൊടുക്കും. അതെ, 170 രൂപ പ്രൈസ്. എത്ര വരും ഡ്രസ് ചെയ്ത് കഴിയുമ്പോൾ? അത് എത്ര വരും? ഡ്രസ് ചെയ്ത് വരുമ്പോൾ 300 ഇല്ല, എല്ലാം 400 മീറ്റ് എത്ര വരും? കച്ചവടം എങ്ങനെയാണ്? കച്ചവടം ഇപ്പോൾ ഡള്ളാണ്. വില കൂടി ഇതിനോട് ആൾക്കാരെ ഒരു വലിഞ്ഞിരിക്കുവാണ്. നമ്മളൊരു 100 120 രൂപ റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോൾ 170 രൂപ ആയപ്പോഴത്തേനും നല്ല കുറവുണ്ട്. നല്ല ബിസിനസ്സിലെല്ലാം നല്ല കുറവുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ പക്ഷിപ്പനിയൊക്കെ എല്ലായിടത്തും മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വില കുറയേണ്ട ഒരു സാഹചര്യമല്ലേ? എന്നിട്ട് എന്താ വില കൂടി നിൽക്കണേ? പക്ഷിപ്പനി എന്നുള്ള ഒരു സാഹചര്യം, താറാവ് ചാകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായിട്ട് വേറെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷിപ്പനിയാണെന്നുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ പക്ഷിപ്പനി വന്നപ്പോൾ ഇതിന് വില കുറഞ്ഞു വിട്ടപ്പോൾ ആൾക്കാർ ധാരാളം കഴിച്ച് ഇതിനെപ്പറ്റി ഒരു കുഴപ്പങ്ങൾ ഉണ്ടാകാത്ത മുൻകാല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷിപ്പനി ഈ കോഴിയെ ഇന്ന് വരെ ബാധിച്ചിട്ടില്ല. 170 രൂപയാണ് കോട്ടയത്തെ ഇന്നത്തെ വില ഒരു കിലോ കോഴിക്ക്. അത് ഇങ്ങനെ എന്താ പറയുക, ഇതുപോലെ തന്നെ ഇതുപോലെയാണ് തൂക്കുന്നത്. ഡ്രസ് ചെയ്തല്ല, അങ്ങനെയാണ് തൂക്കുന്നത്. എന്തായാലും ഇവർക്ക് ഇപ്പോൾ കച്ചവടം ഇടിവാണെന്നാണ് പറയുന്നത്. കാരണം പുറമേ നിന്ന് വരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ചൂട് കൂടിയതുകൊണ്ട് കൂടെ ആയിരിക്കും. ഈ ചൂട് കൊണ്ട് നമ്മുടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാമുകളിൽ നമ്മൾ അവിടെ കൂടുകയും ചൂട് കാരണം അത് നമുക്ക് റിട്ടേൺ വരുന്ന ഒരു ഇതിൻ്റെ അവൈലബിളായിട്ട് കിട്ടുന്ന ധാരാളം കോഴി മരിച്ചു വീഴുകയൊക്കെ ചെയ്തുകൊണ്ട് സാഹചര്യമുണ്ട്. രണ്ട് ഫാംകാർക്ക് ഈ റേറ്റ് ഇല്ലാതെ ഫാമിലുള്ളവർക്ക് ഉൽപ്പാദിപ്പിച്ച് തരുന്നവർക്ക് ഈ ഫാം റേറ്റ് ഇല്ലാതെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ഇപ്പോൾ ഹോട്ടലുകാർക്ക് കൊടുക്കാനായിട്ടായിരിക്കും അല്ലേ മെയിനായിട്ട്? ഒരു ദിവസം എത്ര കിലോ? അത് ഒരിടത്ത് ഇപ്പോൾ ഡള്ളാണ്. നേരത്തെയൊക്കെ ഒരു സീസൺ ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തർ ഓരോ ഓർഡർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തെറ്റില്ലാതെ പോകാൻ പറ്റും. തെറ്റില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ്, അതായത് 170 രൂപ ഡ്രസ് ചെയ്യാതെ കോഴിക്ക് അങ്ങനെയാണ് തൂക്കുന്നത്. വില കൂടുതൽ ആണ്, പക്ഷേ അതിൻ്റെ കാരണം ചൂട് കൊണ്ടാണെന്നാണ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.